സ്കൂളുകളിലെ സൂംബ പരിശീലനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിച്ച് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മതം ആജ്ഞാപിക്കരുതെന്നും അഭിപ്രായം പറയാമെന്നും MA ബേബി പറഞ്ഞു. ശാരീരികമായും മാനസികമായും കരുത്തരായ കുട്ടികൾ വളരുന്നതിന് ഇത്തരം കായിക പരിശീലനം ആവശ്യമാണെന്നും ബേബി പറഞ്ഞു. ഞാനിതിനെക്കുറിച്ച് ഈ വിവാദത്തെ തുടർന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ 150-ലധികം രാജ്യങ്ങളിൽ ഇത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾ നല്ല മനസ്സിൽ കരുത്തുള്ളവരും ശരീരത്തിൽ കരുത്തുള്ളവരുമായിട്ട് വരണം. ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ പരസ്പരം ഇടപഴകിയും മനസ്സിലാക്കിയും വളരണം. അപ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഒഴിവാകുന്നത്. സംസ്കാര സമ്പന്നമായ ആധുനികമായൊരു സമൂഹമായിട്ട് ഭാവി തലമുറ വളരുന്നത്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. 22-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ്. അപ്പോൾ അത്തരമൊരു കാലത്ത് ഈ സൂംബ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ്, പാടില്ല എന്നെല്ലാം ഉള്ളത് വലിയ വിദണ്ഡവാദമാണ്. അവര് ആത്മപരിശോധന നടത്തണം. ഇതിനെക്കുറിച്ച് ചർച്ച നടക്കട്ടെ, സമൂഹത്തിൽ ചർച്ച നടക്കട്ടെ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ യോജിച്ച കാര്യമല്ല. സൂംബ പോപ്പുലർ ആണെന്നും MA ബേബി പറഞ്ഞു. ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ഇടപഴകി മനസ്സിലാക്കി വളരണം. അതിലൂടെ കുറ്റകൃത്യങ്ങൾ ഒഴിവാകും. സംസ്കാര സമ്പന്നമായ ആധുനിക സമൂഹമായി കുട്ടികൾ വളരണം. സൂംബ തെറ്റാണെന്ന് പറയുന്നവർ ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടത്. മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കരുത്. ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്നും മാറി നിൽക്കണം. മതവിദ്യാഭ്യാസം നടത്താം, അത് പ്രത്യേകം നടത്തണമെന്നും MA ബേബി നിലപാട് വ്യക്തമാക്കി. അല്പവസ്ത്രം ധരിച്ചിട്ടാണ് സൂംബ പരിശീലനം എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് സൂംബ പരിശീലനം നടത്തിവരുന്നത്. എന്നാൽ ഇതിനെതിരെ വിവിധ മതസംഘടനകൾ രംഗത്തെത്തിയിരുന്നു. അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്നതാണ് സൂംബ ഡാൻസ് എന്നും സ്കൂളിൽ കായിക അധ്യാപകരെ നിയമിച്ചത് കുട്ടികൾക്ക് കായിക പരിശീലനം നൽകാനുള്ള സംവിധാനത്തിന് പകരം സൂംബ പരിശീലനം നടപ്പിലാക്കുന്നതിനോട് യോജിക്കാനാകില്ലെന്നും അത് കുട്ടികളെ DJ പാർട്ടിയിലേക്കും ലഹരി പാർട്ടിയിലേക്കും എത്തിക്കുമെന്നുമായിരുന്നു വിമർശനം. എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും സൂംബ പരിശീലിപ്പിക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും പറഞ്ഞു. സ്കൂളിൽ നടക്കുന്നത് ലഘുവ്യായാമമാണെന്നും കുട്ടികൾ യൂണിഫോമിലാണ് ഇത് ചെയ്യുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു. അല്പവസ്ത്രം ധരിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു.